ഉണ്ട്. ശ്രീ എൻ വി പ്രദീപ്, സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി. മെസ്സി കേരളത്തിലേക്ക് വരും, ഒരു സൗഹൃദ മത്സരം ഇന്ത്യയിൽ നടക്കും എന്ന് നമ്മൾ വലിയ പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് വലിയ ഉത്തരവാദിത്തക്കുറവ് ഇക്കാര്യങ്ങളിൽ ഉണ്ടായി. ഇപ്പോൾ അവരുടെ വിൻഡോ ഓപ്പണായി. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അവർ സൗഹൃദ മത്സരത്തിന് വേണ്ടി പോകുന്ന അങ്കോള അടക്കമുള്ള രാജ്യങ്ങളിലെ ഷെഡ്യൂൾ തയ്യാറായി കഴിഞ്ഞു. ഇനിയും പ്രതീക്ഷ വേണോ? മന്ത്രിയുടെ വാക്കുകൾ ഇപ്പോഴും ഒരു മോഹം നൽകലുണ്ട്. ആ മോഹം നൽകൽ കാര്യമുള്ളതാണോ? ഇതിൽ ഓൾറെഡി എന്ന് വെച്ചാൽ ഞങ്ങൾ കായിക താരങ്ങൾക്ക് നമുക്ക് അറിയാമായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ബാലികേല മല തന്നെയായിരുന്നു കേരളത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് മന്ത്രിയുടെ വാക്കുകളുണ്ടെങ്കിൽ തന്നെ, പക്ഷെ നമുക്ക് അതിന് അവരെ കളിപ്പിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെയൊക്കെ എന്തായിരുന്നാൽ തന്നെയും ഇതിനു വേണ്ടിയുള്ള പ്രശ്നം വളരെ മുന്നേ തുടങ്ങണമായിരുന്നു. ഇപ്പൊ എന്തായാലും ലേറ്റായി. അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ ചെലവിലേക്ക് വന്നു. എന്ന് വെച്ചാൽ അങ്കോള കളിക്കുന്നത്, നേരത്തെ പറഞ്ഞ അങ്കോള കളിക്കുന്നുണ്ട്, അത് അവരുടെ ഗ്രൗണ്ട്, അവരുടെ രാജ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഇന്ത്യ ആയിട്ട് ഒരിക്കലും അവിടെ അതിന് കളിക്കുക. അപ്പം നമ്മൾ മറ്റു ടീമിനെ കൂടെ എക്സ്പ്രസ് കാണണം. അപ്പൊ ഒരിക്കലും ഒരു 160 കോടി 120 കോടിയിലോ നിൽക്കൂല. എന്നാൽ മറ്റേ ടീമിനെ കൂടെ എക്സ്പ്രസും കൂടെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇതൊന്നും അറിയാതെ മന്ത്രി പെട്ടെന്ന് കയറി ഇതാ ഞങ്ങൾ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ പോവാണെന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങ് പ്രഖ്യാപിച്ചതുകൊണ്ടാണോ ഇപ്പൊ ഈ ജാള്യതയൊക്കെ വേണ്ടി വരുന്നത്? അതെ, അത് മാത്രമാണ്. എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് അറിയാതെ ഏറ്റവും ഈ 2022 വേൾഡ് കപ്പ് നമ്മുടെ ഖത്തറിൽ നടന്നപ്പോ ഏറ്റവും അധികം മലയാളി ആരാധകർ കണ്ടൊരു അവിടെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി മോഹം വേണ്ട. ഇപ്പൊ മന്ത്രി ഇന്നിപ്പോൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതായിരുന്നു മെസ്സി വരുമോ എന്ന്. അപ്പോഴും മന്ത്രി ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്ന തരത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ്. ഇനിയൊരു മോഹത്തിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഇനി എന്തായാലും നടക്കുന്ന കാര്യമല്ലേ. എന്തായാലും ഈ വർഷം എന്തായാലും നടക്കൂല. ഈ വർഷം നടക്കില്ല. അടുത്ത വർഷം നമുക്കറിയാം വേൾഡ് കപ്പാണ്, 2026 വേൾഡ് കപ്പാണ്. അപ്പോൾ അവർ ഇന്ത്യയിൽ വന്ന് ഒരു സൗഹൃദ മത്സരം കളിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നെങ്കിൽ തന്നെ അമേരിക്കയിലായിരിക്കും. ഇപ്പോൾ 2026 സാധ്യതയില്ല. 2026 പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള എന്താ പറയാ, നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ടും ഇതെല്ലാം റെഡി ആണെങ്കിൽ ചിലപ്പം ഫ്രണ്ട്ലി ഡേയില് ഫ്രണ്ട്ലി ഡേയില് ഏതെങ്കിലും മത്സരം നമുക്ക് അന്വേഷിക്കും. ശരി, അപ്പോൾ നമുക്ക് ജനങ്ങളുടെ പ്രതികരണം വരുന്നുണ്ട്. ഈ വർഷം മെസ്സി കേരളത്തിലേക്ക് ഇല്ല എന്നറിഞ്ഞതോടെ കടുത്ത നിരാശയിലാണ് മലയാളികളായ ആരാധകർ.